തിരക്കുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മലയാളത്തിൽ ശവംനാറി എന്നും ഇംഗ്ലീഷിൽ പെരിവിങ്കൽ എന്നും ഹിന്ദിയിൽ നമ്മൾ സദാബഹാർ എന്നും അറിയപ്പെടുന്ന ചെടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചെടിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മളെല്ലാം പലപ്പോഴായും റോഡ് സൈഡിൽ ഈ ചെടി കാണാറുണ്ടായിരിക്കും. പക്ഷേ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാതെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ ചെടിയുടെ കാര്യം. ഈ ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. ശവംനാറിയുടെ ഇലകളിലും പൂവിന്റെ ഇതളുകളിലും ഫ്ലേവനോയിഡുകൾ, ആൽക്കലോയിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, വിൻകാർഡിൻ തുടങ്ങിയ ഫൈറ്റോ കെമിക്കലുകളാൽ സമ്പന്നമാണ്. 1950കളിൽ കനേഡിയൻ ശാസ്ത്രജ്ഞന്മാർ ശവംനാറിയിൽ കാണപ്പെടുന്ന വിൻബ്ലാസ്റ്റിൻ വളരെ ഉപയോഗപ്രദമായ ക്യാൻസർ വിരുദ്ധ മരുന്നാണെന്ന് കണ്ടെത്തി. ഇത് കോശങ്ങളെ വിഭജിക്കുന്നത് തടയുകയും കോശവിഭജനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മൂത്രാശയം, വൃഷണം, ശ്വാസകോശം, അണ്ഡാശയം, സ്തനാർബുദം എന്നിവയെ തടയുവാനും ഇത് ഉപയോഗിക്കുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ലോകാരോഗ്യ സംഘടന WHO ഇതിനെ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ മരുന്നുകളിൽ പെടുത്തിയിരിക്കുന്നു. 2003 എലികളിൽ നടത്തിയ പഠനത്തിൽ ശവംനാറിയുടെ ഇലയുടെ നീര് പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുമെന്ന് കണ്ടെത്തി. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഈ ഇലയുടെ ജ്യൂസിന് പ്രമേഹ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്നും ഗവേഷണം പറയുന്നു. എന്നിരുന്നാലും കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. 2010 പഠനമനുസരിച്ച് ശവംനാറിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ആൽക്കലോയിഡുകൾ എന്ന രാസസംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. 2017 ഒരു പഠനത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും മുടികൊഴിച്ചിൽ കുറയ്ക്കുവാൻ ഈ ചെടി ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തി. എന്നിരുന്നാലും ഈ വിഷയത്തിലും കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ ചെടിയുടെ ഇലയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ജ്യൂസ് ദിവസവും രാവിലെ കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കും. ഇതിന്റെ മറ്റൊരു സവിശേഷ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചെടിയുടെ വേരുകൾ ഉണക്കി പൊടിച്ച് ദിവസവും രാവിലെയും വൈകുന്നേരവും 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കഴിച്ചാൽ പ്രമേഹം നിയന്ത്രണ വിധേയമാകും. ഇത് പ്രമേഹ രോഗികൾക്ക് തീർത്തും ആശ്വാസകരമാണ്. എന്നിരുന്നാലും ചില പാർശ്വഫലങ്ങൾ കൂടി ഈ ചെടിക്കുണ്ട്. ഈ പൊടി ഉയർന്ന അളവിൽ കഴിക്കുന്നത് ഓക്കാനം, ഛർദി, തലവേദന, പനി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. ഈ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടി ഉപയോഗിക്കും മുൻപ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ശ്രദ്ധിക്കണം.